ഓ നമസ്തേ. ഇപ്പോ നിങ്ങൾ എല്ലാവരെയൊക്കെ ഒരിക്കലും ഞാൻ പരിചയപ്പെട്ടതാണ്. പക്ഷേ മറന്നുപോയി. അതൊരു കുഴപ്പമാണ്. എൻ്റെ ഒരു ചെറിയ കുഴപ്പമാണ്. ഈ എത്ര എന്നെ പരിചയപ്പെട്ടാലും ആൾക്കാരുടെ പേരും കാര്യങ്ങളൊക്കെ മറന്നുപോകും. സ്ഥലവും തൊഴിലും ഒന്നും മറക്കില്ല. ഞാനും അതുപോലെ തന്നെ സാറേ സാർ. വയസ്സൊക്കെ ആയതുകൊണ്ടാവാം. വയസ്സൊന്നുമല്ല. പിന്നെ അതുകൊണ്ടല്ലേ. അപ്പോ നമ്മുടെ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് നോട്ട്സ് കിട്ടാത്ത 3-4 പേർക്ക് ഈ നമ്മുടെ ഗ്രൂപ്പിൽ നോട്ട്സ് ഇട്ടിരുന്നു. നന്നായിട്ട് ഒരാള് ആരാണെന്ന് എനിക്കറിയില്ല. ഒരാൾ നോട്ട്സ് ഇട്ടിരുന്നു. ആ നോട്ട്സ് അത് ശരി. നന്നായി. ഉത്തരവാദിത്വ ബോധം കാണിച്ചു. കൊള്ളാം. കൊള്ളാം. നല്ല കാര്യം. കൺഗ്രാറ്റ്സ്. അപ്പൊ എന്തായാലും ആ നോട്ട്സ് കിട്ടാത്തവർ എഴുതിയെടുത്തിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഡിക്റ്റേറ്റ് ചെയ്യുന്നേക്കാൾ സൗകര്യമുണ്ട് നിങ്ങൾക്ക് അതിൽ നോക്കി എഴുതാൻ. അപ്പൊ ഇന്നിപ്പോ നമ്മളൊരു ഫൈനൽ ടച്ചിന് വേണ്ടിയാണ് ഇരിക്കുന്നത്. നിങ്ങൾ അറിയുക, ഒരാളുടെ കൈ കേൾക്കുന്നില്ല. കേൾക്കാൻ കഴിയുന്നില്ല? കേൾക്കാം. ഓക്കെ. ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഒരാൾ കൈ നോക്കാൻ വേണ്ടി വന്നാൽ, ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോഴാരും വരില്ല എന്ന് എനിക്കറിയാം. കാരണം നിങ്ങൾക്ക് കൈ നോക്കാൻ അറിയാം എന്ന് അവർക്ക് ആർക്കും അറിയില്ല. അതിന് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഏറ്റവും അടുത്ത ആൾക്കാരുടെ കൈ നമ്മൾ പിടിച്ചു നോക്കുക എന്നുള്ളതാണ്. നോക്കുന്നപ്പോഴും അയാളുടെ ഒരു സ്വഭാവ വിശേഷം നമുക്കറിയാമായിരിക്കും ഏതെങ്കിലും. അത് നമ്മൾ പഠിച്ച ലൈനുമായി എത്രമാത്രം കൊറിലേറ്റ് ചെയ്യുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയായിരിക്കണം. ഇപ്പം ഡിവോഴ്സ് ആയ ഒരാള്, അല്ലെങ്കിൽ ഭാര്യയുമായിട്ട് അഭിപ്രായ ഭിന്നതയുള്ള ഒരാള്, ആക്സിഡന്റ് ആയ ഒരാള്, തലയ്ക്ക് ഇഞ്ചുറി വന്ന ഒരാള്, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ, ഇതൊക്കെ നമ്മൾ സ്പെഷ്യലി പഠിച്ചിട്ടുള്ളതാണ്. പറഞ്ഞാൽ അനുസരിക്കാത്തവര്, ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമുക്കറിയാം. അങ്ങനെ നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ ആ കൈ പിടിച്ചൊന്ന് നോക്കണം. നോക്കിയിട്ട് നമ്മൾ പഠിച്ച സ്റ്റേറ്റ്മെന്റും ആ കൈയിലെ ലക്ഷണവും തമ്മിൽ യോജിക്കുന്നുണ്ടോ എന്ന് നോക്കണം. സ്വാഭാവികമായിട്ട് അവർ നിങ്ങളോട് ചോദിക്കും, നീ എന്തിനാ എൻ്റെ കൈ നോക്കിയത്, നിനക്കത് അറിയാമോ എന്ന് അവർ അറിയാതെ ചോദിക്കും. ലേശം അറിയാം. തൽക്കാലം അങ്ങനെ പറഞ്ഞാൽ, എനിക്ക് ലേശം അറിയാം, ഞാൻ കുറച്ച് പഠിച്ചിട്ടുണ്ട്, എങ്കിൽ എൻ്റെ ഫലം പറ എന്നായിരിക്കും അയാൾ പറഞ്ഞു കൊടുക്കുക. അത് പിന്നീട് പറയാമെന്ന് പറഞ്ഞ് ഇനി ഒഴിയരുത്. നിങ്ങൾക്ക് ഏറ്റവും ഉറപ്പുള്ള ഒരു 5 ഫലം ഉറപ്പായിട്ട് പറയണം. നിങ്ങൾക്ക് ഏറ്റവും ഉറപ്പ്, നല്ല ഇപ്പൊ 100 കണക്കിന് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കുന്ന 100 കണക്കിന് പോയിന്റ്സ് ആണ് നിങ്ങളിപ്പം പഠിപ്പിച്ചേക്കാം. 5 വിരലുകളുണ്ട്. 5 വിരലുകളുണ്ട്. നമുക്ക് 5 കാര്യം ഉറപ്പായിട്ട് അയാൾക്ക് പറയാൻ കഴിയണം. നമുക്ക് മണ്ഡലങ്ങളുണ്ട്. ഒരു മണ്ഡലത്തിന് ഒരു ലക്ഷണം വെച്ച് പറഞ്ഞാൽ തന്നെയും നമുക്ക് 5, 5, 10 എന്ന് പറയാം. 4, 1, 5 രേഖ പ്രധാനമായിട്ടും ഒക്കെ എടുക്കാം. അപ്പോൾ ഒരു രേഖയ്ക്ക് ഒരു ഫലം വെച്ച് പറഞ്ഞാലും നമുക്ക് 5 ഫലം പറയാം. ഒരു 15 പോയിന്റ് ഒക്കെ ഉറപ്പായിട്ട് പറയാൻ പറ്റും. 15 പോയിന്റ്. പക്ഷേ നിങ്ങൾ 15 പോയിന്റ് പറയണമെന്ന് ഞാൻ പറയുന്നില്ല. 5 പോയിന്റ്, അത് പക്ഷേ ഷാർപ്പായിരിക്കണം. തെറ്റ് പറ്റാത്ത വിധത്തിൽ 5 പോയിന്റ് നിങ്ങൾ പറയുക. എന്നിട്ട് പറയാം, ബാക്കി പിന്നീട് പറയാം. ഇനിയുണ്ട് ഒരുപാട് പറയാൻ, ബാക്കി ഇനി ഒരു അവസരത്തിൽ പറയാം എന്ന് പറഞ്ഞൊഴിയുക. ഇത് ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ. നിങ്ങൾ ഒരാളുടെ കൈ നോക്കുമ്പോൾ സ്ഥലത്ത് മൂന്നാമതൊരാൾ ഉണ്ടാകരുത് എന്നാണ്. എന്ന് പറഞ്ഞാൽ, ഒരു പൊതുവേദിയിൽ നിങ്ങൾ ആരുടെയും കൈ നോക്കുക, ഫലം പറയരുത്. 2-3 പേർ ഇരിക്കുന്നിടത്ത് ഒരാളുടെ കൈ പിടിച്ച് നോക്കി ഫലം പറയുന്നത്, നമ്മൾ പറയുന്നത് ഒരു നെഗറ്റീവ് ക്യാരക്ടർ ആണെങ്കിൽ അയാൾ അംഗീകരിച്ച് തരില്ല, അയാൾ നിഷേധിക്കുകയുള്ളൂ. എല്ലാ ആൾക്കാരും പറയുമ്പോൾ ഒരു ഹീറോയാണ്. എല്ലാവരും സ്വയം ഒരു ഹീറോയാണ്. അയാൾക്കൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞാൽ അയാളത് അംഗീകരിച്ചു തരണമെന്നില്ല. സ്വാഭാവികമായിട്ട് അത് നമ്മളായാലും അങ്ങനെ തന്നെയാണ്. പരസ്യമായിട്ട് നമ്മളൊരു നെഗറ്റീവ് ഒരാൾ പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അംഗീകരിച്ചു കൊടുക്കില്ല. അതുകൊണ്ട് എൻ്റെ ഗുരു എന്നോട് പറഞ്ഞിട്ടുള്ളത്, സ്ഥലത്ത് മൂന്നാമതൊരാൾ ഉണ്ടാകരുത് എന്നാണ്. മൂന്നാമതൊരങ്ങനെ ഒരാളുണ്ടെങ്കിൽ അയാളുടെ പെർമിഷൻ, ആരുടെ കൈയാണോ നമ്മൾ നോക്കുന്നത് അയാളുടെ പൂർണ്ണമായ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ മൂന്നാമതൊരാളെ അവിടെ ഇരുത്താൻ പാടുള്ളൂ.
മറ്റൊന്ന് വെളിച്ചമുള്ളോടത്ത് വെച്ച് കൈ നോക്കണമെന്നാണ്. നല്ല വെളിച്ചമുണ്ടാകണം. കാരണം വെളിച്ചം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൈ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റൂ. 3, ഒരാൾ കൈ തന്നു കഴിഞ്ഞാൽ ആ കൈ നിങ്ങളുടെ ഉള്ളം കൈയിൽ ഇങ്ങനെ എടുക്കണം. ഒരാൾ കൈ തന്നാൽ ആ കൈ നിങ്ങളുടെ ഉള്ളം കൈയിൽ ഇങ്ങനെ എടുത്ത് ആ കയ്യിൽ തൊട്ടൊന്ന് നമസ്കരിക്കണം. ആ ആളുടെ കൈ നിങ്ങളുടെ വലത് കൈയുടെ ഉള്ളം കൈയിൽ എടുത്തിട്ട് വലത് കൈയുടെ ഉള്ളം കൈയിൽ എടുത്തിട്ട് തൊട്ടൊന്ന് നമസ്കരിക്കണം. അതിനു മുന്നേ നിങ്ങളെ ഏത് ആരെയാണോ വിശ്വസിക്കുന്നത്, ഏത് ദൈവമാകാം, ഏത് മൂർത്തിയാകാം, ഒരു നിമിഷം പ്രാർത്ഥിക്കുക. ഒരു നിമിഷം അവരെ പ്രാർത്ഥിക്കുക. എന്നിട്ട് അടുത്ത് ഗുരുസ്ഥാനത്ത് നിങ്ങൾ ആരെയാണോ കണ്ടിട്ടുള്ളത്, ആരെയാണോ നിങ്ങൾ ഗുരുസ്ഥാനത്ത് കണ്ടിട്ടുള്ളത്, ആ ആളിനെ ഒന്ന് നമിക്കുക മനസ്സുകൊണ്ട്. ഇരിക്കുന്നവരെല്ലാവരും ഒരുപക്ഷെ ജ്യോതിഷവും മറ്റു കാര്യങ്ങളും ഒക്കെ പഠിച്ചവരായിരിക്കാം. ആ ഗുരുവിനായാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ആദ്യാക്ഷരം പറഞ്ഞു തന്ന ആൾക്കാരുണ്ട്. യഥാർത്ഥ ഗുരു സത്യമായിട്ട് പറഞ്ഞാൽ അതാണ്. നമുക്ക് ആദ്യാക്ഷരം പറഞ്ഞു തന്നയാൾ. അദ്ദേഹത്തെ അറിയാമെങ്കിൽ, അവരെ അറിയാമെങ്കിൽ അതിന് ആരെന്ന് ഇല്ല. നിങ്ങൾ ഗുരുസ്ഥാനത്ത് വേറൊരു വലിയ ആളെയാണ് കണ്ടിട്ടുള്ളതെങ്കിൽ അദ്ദേഹത്തെ ഓർമ്മിക്കുക. എന്തായാലും ഗുരുവിനെ സ്മരിക്കുക. ഗുരുസ്ഥാനത്ത് നമ്മൾ ഒരാളെ കണ്ടെത്തണം, സ്മരിക്കുക. എന്നിട്ട് ആ കൈ ആകമാനം ഒന്ന് പരിശോധിക്കുക. വിരല് വളരെ സാവധാനം എല്ലാ വിരലുകളും ഒന്ന് പരിശോധിച്ച്, എല്ലാ മണ്ഡലങ്ങളും ഒന്ന് പരിശോധിച്ച്, രേഖകളും പരിശോധിച്ച്, എന്നിട്ട് ഈ പരിശോധിക്കുമ്പോൾ ഏതൊക്കെ ഫലങ്ങൾ പറയണമെന്ന് നിങ്ങളുടെ മനസ്സിൽ ഒരു ഇതുണ്ടായിരിക്കണം. പരിശോധിച്ചു പോകുന്ന അതിനാണ്. എന്തൊക്കെ പറയണം, ഇതിലേതെല്ലാം കാര്യങ്ങൾ എടുക്കണം എന്ന ഇതിൽ നിങ്ങളുടെ മനസ്സിൽ അപ്പോഴൊരു ചിട്ട ഉണ്ടാകണം. ഒരിക്കലും തൊട്ട് ഫലം പറയരുത്. തൊട്ട് ഫലം പറയരുതെന്ന് പറഞ്ഞത്, നിങ്ങളുടെ തമ്പ് ഇങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന ഫലം ഉണ്ട് എന്ന് ഒരാളിനോടും പറയണ്ട. നിങ്ങളുടെ വിരലിന്റെ നീളം കൂടുതലുള്ളതുകൊണ്ടല്ലോ കുറവുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനൊരു ഫലമുണ്ട് എന്ന് ആരോടും പറയണ്ട. ഫലം പറയുക. മറ്റൊന്ന്, നിങ്ങള് വ്യാഴമണ്ഡലത്തിൽ കറുത്ത പുള്ളി കിടക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ധനനഷ്ടവും മാനഹാനിയും ഉണ്ടാകും എന്നാരോടും പറയണ്ട. എല്ലാം പറയാം, നിങ്ങൾക്ക് ധനനഷ്ടവും മാനഹാനിയും ഉണ്ടല്ലോ. അവിടെ ചതുരമുണ്ട്, പുതിയ ചതുരമാണ്, ഗ്രഹം പണിയും എന്ന് പറയണ്ട. അത് ഗ്രഹം പണിയാവുള്ളൊരു ഭാഗ്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത അഭിലാഷം പൂർത്തീകരിക്കാൻ പോവുകയാണല്ലോ എന്ന് പറയാം. ഇപ്പോ നിങ്ങളുടെ അവരുടെ ഈ അപ്പോളോ ലൈൻ സൂര്യരേഖയിൽ ഐലൻഡ് കാണുകയാണ്, പേര് ദോഷം കേൾക്കുമല്ലോ. അല്ലാതെ നിങ്ങളുടെ അപ്പോളോ ലൈനിൽ ഐലൻഡ് കിടക്കുകയാണ്, പേര് ദോഷം കേൾക്കും എന്ന് കേട്ടാൽ നമ്മൾ അതിലൊക്കെ ഏതാണ് ലൈൻ, നമ്മൾ ഉടനെ ലൈൻ തൊട്ട് കാണിച്ചു കൊടുക്കും. അപ്പൊ അയാൾ ഒരു കാര്യം പഠിച്ചു വെച്ചേക്കുക, എന്നിട്ട് അയാൾ അടുത്ത ദിവസം പോലെ ഇറങ്ങി ഇതങ്ങോട്ട് പ്രയോഗിക്കാൻ തുടങ്ങും. മറ്റുള്ള ആൾക്കാരെ കൈപിടിച്ച് നോക്കിയിട്ട് ഈ പറഞ്ഞതൊക്കെ അയാൾ അങ്ങോട്ട് പ്രയോഗിക്കും. അത് അയാൾക്ക് എന്തായാലും അങ്ങനെ പറയാനൊന്നും പറ്റില്ല. പക്ഷെ പറഞ്ഞ് തെറ്റിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് ഈ ശാസ്ത്രത്തിനുള്ള ഇടിവാണ്. അതുകൊണ്ട് ഒരിക്കലും ഫലം പറയുമ്പോൾ കാര്യകാരണം വിശദീകരിച്ച് പറയണ്ട. അത് നിങ്ങളുടെ അറിവിന് വേണ്ടിയാണ്. പഠിക്കാൻ താല്പര്യമുള്ള ഒരാൾ നിങ്ങളുടെ അടുത്ത് വരികയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം. അതിനുള്ള അനുവാദം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. നിങ്ങളെ മുന്നിൽ ഒരാൾ ഇത് എന്നെ കൂടെ പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിച്ച് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഈ അനുവാദം തരികയാണ്, പഠിപ്പിക്കാം. ആ ഒരു ഗുരുവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നിങ്ങൾ പഠിച്ച കാര്യം അല്പം പോലും കുറയ്ക്കാതെ പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ പഠിച്ച കാര്യം, നിങ്ങളെ ഞാൻ പഠിപ്പിച്ചത്, ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, പ്രാഥമികമായ കാര്യങ്ങളാണ് പഠിപ്പിച്ചിട്ടുള്ളത്.
പ്രാഥമികമായ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഇനി ഒരുപാട് പഠിപ്പിക്കാൻ ഉണ്ടോ എന്ന് കേട്ടാൽ, ഇനി പഠിപ്പിക്കാനല്ല, നിങ്ങൾ പഠിക്കാനുള്ളതാണ്. അത് നിങ്ങൾക്ക് പുസ്തകത്തിൽ നിന്ന് ഉറപ്പായി കിട്ടും. കാണുന്ന പുസ്തകങ്ങളൊക്കെ വാങ്ങുക. എങ്ങനെ പുസ്തകം വാങ്ങണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. പുസ്തകം കണ്ടാൽ അതെടുത്ത് വായിക്കുക. ഒരു 7-8 പേജുകൾ, നിങ്ങൾക്ക് ഉറപ്പുള്ള 7-8 പേജുകൾ വായിച്ചു നോക്കുക. നിങ്ങൾക്ക് നന്നായി അറിയുന്ന 7 പേജുകൾ. ആ പേജുകൾ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ച കാര്യങ്ങളുമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചതിനേക്കാൾ മികച്ചതാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പായി തോന്നിയാൽ തീർച്ചയായിട്ടും ആ പുസ്തകം വാങ്ങണം. ആ പുസ്തകം വാങ്ങി വായിക്കുമ്പോൾ നിങ്ങളെ നോട്ട്ബുക്കിന്റെ ഇടതുഭാഗം ഒഴിച്ചിട്ടൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു നോട്ട്സ് എഴുതുമ്പോൾ. ആ പുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന പുതിയ പോയിന്റുകൾ അവിടെ എഴുതി വെക്കുക. നിങ്ങൾ വായിച്ച് കൊള്ളാം എന്ന് തോന്നിയ പോയിന്റുകൾ നോട്ട്ബുക്കിന്റെ ഇടതുഭാഗത്ത് എഴുതി വെക്കുക. എന്നിട്ട് എവിടെയെങ്കിലും ഇത് പ്രയോഗിച്ചു നോക്കുക. ആ ലക്ഷണം ആരിലെങ്കിലും കാണുമ്പോൾ ഒന്ന് പ്രയോഗിച്ചു നോക്കുക. ശരി എന്ന് ബോധ്യപ്പെട്ടാൽ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് തന്നേക്കുന്ന നോട്ട്സിനോടൊപ്പം അത് എഴുതി ചേർക്കുക. അപ്പൊ പ്രയോഗിക്കാനുള്ളതാണത്. പ്രയോഗിച്ച് 1-2 ആൾക്കാരിൽ പ്രയോഗിക്കുമ്പോൾ ശരിയായാൽ നിങ്ങൾക്ക് അടുത്തതിലേക്ക് അത് എഴുതി വെക്കാം. പിന്നെ നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ഫലം പറയാൻ തുടങ്ങിയാൽ നിങ്ങൾ പറയുന്ന ഏത് ഫലവും ശരിയായിട്ട് വരും. അത് പാമിസ്ട്രിയിൽ തുടക്കക്കാർക്കുള്ളൊരു ഒരു അനുഗ്രഹമാണ്. പാമിസ്ട്രിയിൽ തുടക്കക്കാര് ഫലം ഒരാളുടെ കൈ നോക്കി ഫലം പറഞ്ഞാൽ ഒരുപക്ഷെ അവര് വിരൽ നോക്കിയിട്ടായിരിക്കും ഫലം പറയുക. പക്ഷെ വിരലിന്റെ ഫലമായിരിക്കില്ല അത്, ഏതെങ്കിലും മൗണ്ടിന്റെ ഫലമായിരിക്കാം. പറയുന്നത് തെറ്റില്ല. ഇപ്പൊ തെറ്റാതിരിക്കുമ്പോൾ അവരെല്ലാം ശരി ശരി എന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പെട്ടെന്നൊരു അഹങ്കാരം നിങ്ങളുടെ തലയിലേക്ക് വരും. ഞാനിതെല്ലാം പഠിച്ചു, ആരെ ഫലവും ഞാൻ പറയും എന്നൊരു തോന്നൽ നിങ്ങൾ വരുന്നതോടു കൂടി നിങ്ങൾ പറയുന്നതെല്ലാം തെറ്റിത്തുടങ്ങും. എന്നുവെച്ചാൽ അഹങ്കാരം വേണ്ട. പാമിസ്ട്രിയുടെ തുടക്കക്കാർക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യമാണ് അറിയാതെ പറഞ്ഞു പോകുന്നതൊക്കെ ശരിയാകുക എന്ന്. അതുകൊണ്ട് അഹങ്കരിക്കണ്ട. കുറച്ചു ദിവസം കഴിയുമ്പോൾ നിങ്ങൾ പറയുന്ന ഫലം തെറ്റിത്തുടങ്ങും. അപ്പൊ അത് വരാതിരിക്കാൻ ഞാൻ പറയുന്നതെല്ലാം ശരിയാവുന്നുള്ള ബോധ്യത്തിൽ ഇരിക്കാതെ തന്ന നോട്ട്സും വാങ്ങിയ പുസ്തകവും നിരന്തരം പഠിക്കുക. നിരന്തരം ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഇത് വായിക്കാതെ പോകരുത്. തുടർച്ചയായി നിങ്ങൾ വായിച്ചാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഇത് മറക്കില്ല. ഇപ്പൊ 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ക്ലാസ്, അല്ലെങ്കിൽ 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു സെമിനാർ കണ്ടക്ട് ചെയ്യാൻ എനിക്കൊരു റെഫറൻസും വേണ്ട. ഞാൻ ഹാഫ് ഹാൻഡായിട്ട് 1 മണിക്കൂർ നിൽക്കുന്ന ഒരു പാമിസ്ട്രിയുടെ ഒരു ക്ലാസ് എനിക്ക് എടുക്കാൻ കഴിയും. ഒരു സെമിനാറിൽ എനിക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും. ഒരു ഫുട് നോട്ടും എനിക്ക് ആവശ്യമില്ല. അതൊരു അഹങ്കാരമല്ല. കഴിഞ്ഞൊരു 10-40 വർഷത്തെ എൻ്റെ വായനയാണ്, എൻ്റെ അനുഭവമാണ്. ആ വായന കൊണ്ടാണ് ഞാൻ അത് നേടിയത്. ആ പഠനം കൊണ്ടാണ് ഞാൻ അത് നേടിയത്. അത് നിങ്ങൾക്ക് നേടാൻ ഒരു ബുദ്ധിമുട്ടും വേണ്ട. വായിക്കുക, കൈ നോക്കുക, ഈ 2 കാര്യങ്ങളും ചെയ്ത് വിനയമുണ്ടായിരിക്കുകയും കൂടെ ചെയ്താൽ ഉറപ്പ്, ഞാൻ 1 മണിക്കൂറാണ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് 2 മണിക്കൂർ അത് ചെയ്യാൻ കഴിയും. ഉറപ്പായി ചെയ്യാൻ കഴിയും. പക്ഷെ അതിനൊരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം. പിന്നെ നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ മുമ്പിൽ ഒരാൾ കൈ നീട്ടി തരുമ്പോൾ അപ്രിയ സത്യങ്ങൾ പറയരുത് എന്നുണ്ട്. അപ്രിയ സത്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരാൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യം. ഇപ്പൊ അയാളുടെ ഭാര്യയെ കുറിച്ച് പറയാൻ പോവുകയാണ്, ഒരു മോശം സ്ത്രീയാണ്, അത് പറയാൻ പോകരുത്. അത് ശരിയല്ല. കാരണം എന്റെ ഗുരു പറഞ്ഞിട്ടുള്ളത്, ആ സ്ത്രീ മോശമാകാനുള്ള കാരണം ഇയാൾ അവരുടെ ഭർത്താവായി വരും എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ പറയുന്നത് ശരിക്കും മനസ്സിലാക്കുക. എൻ്റെ ഗുരു അത് പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു സ്ത്രീ
മോശം സ്വഭാവക്കാരിയാണെങ്കിൽ യഥാർത്ഥത്തിൽ എൻ്റെ കാരണക്കാരൻ അവരുടെ ഭർത്താവാണ്. അതായത് അയാൾക്ക് ഒരു മോശം സ്ത്രീയെ മാത്രമേ ഭാര്യയായി കിട്ടുകയുള്ളൂ. അത് അയാളുടെ വിധിയാണത്, ആ സ്ത്രീയുടെ കുഴപ്പമല്ല, അയാളുടെ വിധിയാണ്. അപ്പൊ അത് അങ്ങനെയും പറയാൻ പാടില്ല. നിന്റെ വിധി അനുസരിച്ച് നിന്റെ ഭാര്യ വലിയ കുഴപ്പക്കാരിയാണ് എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബജീവിതത്തിന് അത് കുഴപ്പമുണ്ടാവും. അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയാലും അവരോട് പറയാതിരിക്കുക. ഈ വക കാര്യങ്ങൾ, മുന്നറിയിപ്പ് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ കൊടുക്കണം, പൊതിഞ്ഞു കൊടുക്കണം. മറ്റൊന്ന്, നമ്മൾ ഒരാളുടെ കൈ കണ്ട് ഒരു കാര്യം മനസ്സിലാക്കി, ഒരു രഹസ്യം നമ്മൾ മനസ്സിലാക്കി. ഈ വിവരം ഒരു കുംഭസാര രഹസ്യം പോലെ നിങ്ങൾ സൂക്ഷിക്കണം. ഒരു കുംഭസാര രഹസ്യം പോലെ. അത് മറ്റൊരാളിനോട് ഒരിക്കലും നിങ്ങൾ റിവീൽ ചെയ്യരുത്. അത് നിങ്ങൾ ഒന്നാമത് പഠിക്കേണ്ട പാഠവുമാണ്. മറ്റൊരാളുടെ കൈ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അയാളുടെ വ്യക്തി ജീവിതത്തിലെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. പക്ഷെ അത് നമ്മൾ നമ്മുടെ സുഹൃത്ത് സദസ്സിൽ ഒരിക്കലും വിളമ്പരുത്. ഞാൻ ഇന്നാന്റെ കൈ കണ്ടു, ആ കയ്യിൽ ഇങ്ങനെയാണ് ഫലം, അത് അവന്റെ ഇതാണ് എന്നൊരിക്കലും പറയരുത്. നിങ്ങളെ അടുത്ത് കൈ നോക്കാൻ ഒരാൾ വന്നാൽ ആ വിവരവും നിങ്ങൾ മറ്റൊരാളിനോട് പറയരുത്. കാരണം ആ കേട്ടിരിക്കുന്നവർക്ക് അപ്പോഴും ഒരു കാര്യം ബോധ്യപ്പെട്ടും, ഞാൻ അവന്റെ അടുത്ത് കൈ നോക്കാൻ പോയാൽ യവൻ ഈ വിവരം 10 പേരോട് പറയും, എന്റെ രഹസ്യങ്ങളും യവൻ പറഞ്ഞു കൊടുക്കും. അങ്ങനെ നിങ്ങളുടെ അടുത്ത് ആരും കൈ നീട്ടില്ല, നിങ്ങളുടെ അടുത്ത് ആരും വരില്ല. അപ്പൊ അതുകൊണ്ട് നിന്റെ അടുത്ത് എന്നാരെ കൈ നോക്കാൻ വന്നോടെ എന്ന് കേട്ടാൽ ആ വന്നു എന്ന് കേട്ടാൽ വന്നു എന്ന് പറയാം. ആ എന്താ അവന്റെ കാര്യങ്ങൾ, അത് ശരിയല്ലോ ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ അത് ഓർമ്മയില്ല, അത് കണ്ടു അപ്പോൾ പറഞ്ഞു, അതങ്ങ് കഴിഞ്ഞു, അതൊന്നും ഓർമ്മയിൽ സൂക്ഷിച്ചിട്ടില്ല, എന്റെ ഓർമ്മയിൽ എന്തൊക്കെയാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞത് ഒഴിയുക. ഫലം നോക്കി പറഞ്ഞാൽ പിന്നെ നമ്മൾ ആരും അത് ഓർമ്മയിൽ സൂക്ഷിക്കില്ല എന്ന് അവരോട് പറയുക. അതൊരിക്കലും ഇത് തെറ്റിക്കരുത്. മറ്റൊന്ന്, ഈ സ്ത്രീകളുടെ കൈകൾ നിങ്ങൾക്ക് നോക്കാൻ കിട്ടും. ഒരു കാരണവശാലും അവരുടെ ശരീരത്തിൽ സ്പർശിക്കരുത്. ഒരു കാരണവശാലും. ഒരു പേന ഉപയോഗിച്ചായിരിക്കണം അവരുടെ കയ്യിൽ നമ്മൾ തൊടേണ്ടത്. സാധാരണ കൈ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പെരുവിരൽ ഉപയോഗിച്ച് നമ്മൾ ആ കൈ ഒന്ന് മൊത്തോട്ടൊന്ന് കശക്കും, ഒന്ന് ഉടയ്ക്കും. എന്തിനു കേട്ടാൽ ആ കയ്യിൽ രക്ത ഓട്ടം ഉണ്ടാകാൻ വേണ്ടിയാണ്. രക്ത ഓട്ടം ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് ഭംഗിയായിട്ട് രേഖകളെ തിരിച്ചറിയാൻ പറ്റൂ. ഇപ്പൊ സ്ത്രീയുടെ കയ്യിലാണെങ്കിൽ അവരോട് തന്നെ പറയുക, 2 കൈയും തമ്മിൽ കൂട്ടി ആ ഉരുമി ഒന്ന് ഫ്രഷ് ആക്കാൻ പറയുക. നമ്മൾ ഒരു പേനയുടെ അഗ്രം അല്ലെങ്കിൽ ഒരു പെൻസിലിന്റെ അഗ്രം ഉപയോഗിച്ച് ആ ഓരോ രേഖയും തൊട്ട് പരിശോധിക്കണം. അവരുടെ ശരീരത്തിൽ കയ്യിലായിരുന്നാലും അവരനുവാദം ഉണ്ടായിരുന്നാലും തൊട്ടു നോക്കി ഫലം പറയരുത്. തൊട്ടു നോക്കി ഫലം പറഞ്ഞാൽ അത് ശരിയാവില്ല, അതൊരു ബുദ്ധിമുട്ടാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഒരാളിനോട് ഒരു നെഗറ്റീവ് ക്യാരക്ടർ പറഞ്ഞാൽ ആ നെഗറ്റീവ് ക്യാരക്ടർ ഒരു പരിഹാരം കൂടി പറഞ്ഞു കൊടുക്കും. ഒരു സംശയം, അപ്പൊ സ്ത്രീകളാണ് കൈ നോക്കുന്ന ഹസ്തരേഖ വിദഗ്ധയാണെങ്കിൽ സ്ത്രീകളെ കൈ സ്പർശിക്കാവും? മനസ്സിലായില്ല. എന്ന് പറഞ്ഞാൽ ആണുങ്ങളാണെങ്കിൽ സ്ത്രീയുടെ കൈ പിടിച്ചു നോക്കി പറഞ്ഞുകൂടാന്ന് സാറ് അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത്? അപ്പൊ സ്ത്രീകളാണ് ആ സ്ഥലത്ത്, സ്ത്രീയാണെങ്കിൽ പുരുഷന്റെ കയ്യില് അവർ ഒരു പരിധി ഉണ്ട്. പക്ഷെ അതിനേക്കാൾ അത് അവർക്ക് വലിയ ബുദ്ധിമുട്ട് വരില്ല. ഒരു സ്ത്രീയാണ് ഇപ്പോൾ ഒരാളുടെ കൈ നോക്കുകയാണെങ്കിൽ അവരുടെ ഇഷ്ടമാണ് ആ പുരുഷന്റെ കയ്യിൽ തൊട്ട് നോക്കട്ടോ ഇല്ലയോ എന്നുള്ളൊരു ബുദ്ധിമുട്ടല്ല. തിരിച്ച് സ്ത്രീക്ക് ഒരു അന്യപുരുഷൻ അവരുടെ ശരീരത്തിൽ തൊടുന്നത് ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പൊ സ്ത്രീക്ക് സ്ത്രീയുടെ കൈ നോക്കാം, പുരുഷന്റെ കൈ വേണമെങ്കിൽ അവർക്ക് താല്പര്യമാണെങ്കിൽ നോക്കാം. യെസ്, തൊട്ട് നോക്കാം. നിങ്ങൾക്കും സ്ത്രീയുടെ കൈ നോക്കാം, പുരുഷനും സ്ത്രീയുടെ കൈ നോക്കാം. ഞാൻ നോക്കരുതെന്ന് പറഞ്ഞില്ല. സ്ത്രീകൾ വന്നാൽ തൊട്ട് നോക്കരുത്, കയ്യിൽ ദേഹത്ത് സ്പർശിക്കരുത്, അത്രേ ഉള്ളൂ. ഇനി സ്ത്രീകളെ സംബന്ധിച്ച് അവര് അന്യപുരുഷന്റെ ശരീരത്തിൽ അവര്
സ്പർശിക്കില്ല. ഓക്കെ. എങ്കിൽ അഥവാ ഒരു സ്പർശിക്കുന്ന ഒരു പ്രായം, അവരെക്കാൾ പ്രായം കുറഞ്ഞ ഒരാളുടെയോ അല്ലെങ്കിൽ വളരെ പ്രായമുള്ള ഒരാളുടെയോ കൈയായിരിക്കും അവർ നോക്കുന്നത്. പക്ഷേ പുരുഷനെ സംബന്ധിച്ച് പ്രായം കുറഞ്ഞ ഒരു മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ കയ്യിൽ പോലും സ്പർശിക്കാൻ പ്രയാസം വരും. അവർക്ക് വേണമെങ്കിൽ മകന്റെ പ്രായമുള്ള ഒരു പയ്യന്റെ കയ്യിൽ സ്പർശിക്കാം. ഓ. പക്ഷെ അത് പുരുഷന് ഒരു മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ കയ്യിൽ സ്പർശിക്കുമ്പോൾ ആ കുട്ടി അത് ഏത് വിധത്തിൽ എടുക്കണം എന്നില്ല. ഓ. അതുകൊണ്ടാണ് അത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. താങ്ക് യു സർ. ഓക്കെ. അപ്പോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. പറയുന്ന കാര്യങ്ങൾക്കൊരു പരിഹാരം കൂടി പറയണം. ഇപ്പൊ കൊളസ്ട്രോൾ വരും, കാർഡിയാക് പ്രശ്നം വരും എന്നൊക്കെ പറഞ്ഞാൽ അത് വരാതിരിക്കാനുള്ള വഴി കൂടി നമുക്ക് ക്ലാസ്സിൽ തന്നെ ഞാൻ അപ്പോഴെപ്പോഴും പറഞ്ഞു പോയിട്ടുണ്ട്. കൊളസ്ട്രോൾ വരുമെങ്കിൽ അയാളോട് കഴിക്കുന്ന ഫുഡിൽ മാറ്റം വരുത്താൻ പറയുക, അല്ലെങ്കിൽ അയാളോട് ഒരു ഡോക്ടറെ കണ്ടിട്ട് ആവശ്യം മെഡിസിൻ എടുക്കാൻ പറയുക, ഫുഡ് എങ്ങനെ ആയിരിക്കും എന്ന് പറയുക. സ്വസ്ഥതയില്ലാത്ത മനസ്സുമായിട്ട് നിങ്ങൾ മുമ്പിൽ ഒരാൾ വരികയാണെങ്കിൽ അത് മനസ്സിലാക്കിയാൽ അവരുടെ ക്ഷേത്ര ദർശനം പറയുക, ക്ഷേത്രത്തിൽ പോകാൻ പറയുക, ക്ഷേത്രത്തിൽ ചെന്ന് വലിയ പൂജകളൊന്നും ചെയ്യാൻ ആരോടും പറയാതിരിക്കുക. ഈ ജ്യോതിഷന്മാരുടെയൊക്കെ അടുത്ത് പോകുമ്പോൾ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം അവർക്ക് വലിയ വലിയ പൂജകൾ പറയും. ഈ കൂട്ടത്തിലും ജ്യോതിഷന്മാരുണ്ടാവാം, ക്ഷമിക്കുക. നമ്മൾ വലിയ പൂജകൾ പറഞ്ഞിട്ട് ആ പൂജ പൂജ മോശം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ പൂജ ചെയ്യേണ്ട വിധത്തിൽ ചെയ്തില്ല എങ്കിൽ ആ പൂജ കൊണ്ടുള്ള ഗുണം പൂജ ചെയ്യുന്ന പൂജാരിക്ക് മാത്രമായിരിക്കും. ധനം കിട്ടും. ആത്മാർത്ഥതയോടുകൂടി ഏൽപ്പിച്ച പണി ഉത്തരവാദിത്വത്തോട് ചെയ്യുമെങ്കിൽ മാത്രമേ പൂജ കൊണ്ട് ഫലമുണ്ടാകുകയുള്ളൂ. പക്ഷെ ഇപ്പം പലപ്പോഴും അതൊരു വഴിപാട് പോലെ ആക്കി തീർക്കാറുണ്ട്. പൂജയ്ക്ക് അങ്ങനെ ഒരാളെ നിങ്ങൾ നിർബന്ധിക്കുകയാണെങ്കിൽ, അങ്ങനെ നിങ്ങൾക്ക് തോന്നി ഇയാളെ വിട്ടൊരു പൂജ ചെയ്യിപ്പിക്കണം, വീട്ടിലൊരു ഗണപതി ഹോമവും ഒരു ഭഗവതി സേവയും ഒക്കെ കൂടെ ചെയ്യിപ്പിക്കണം എന്ന് തോന്നിയാൽ നിങ്ങൾ ഒരു കാര്യം ഉറപ്പുവരുത്തണം. ആ പൂജ കഴിഞ്ഞ ഒരു 21 ദിവസം കഴിയുമ്പോൾ, 2 ആഴ്ച കഴിഞ്ഞു, ഒരു 21 ദിവസം ആയിക്കോട്ടെ, നിങ്ങൾ വീണ്ടും ആ കൈ സ്വമേധ പിടിച്ചു നോക്കിയിട്ട് ആ പൂജയുടെ ഫലം അയാൾ ഉണ്ടായോ എന്ന് നിങ്ങൾ പരിശോധിച്ച് ഉറപ്പ് വരുത്തണം. പറഞ്ഞു മനസ്സിലായല്ലോ? പൂജ പറഞ്ഞാൽ ആ പൂജയുടെ ഗുണം അയാൾക്ക് കിട്ടി എന്ന് നിങ്ങൾക്കുറപ്പുണ്ടാവണം. നിങ്ങളാണ് ഒരു പൂജാരിയെ നിർദ്ദേശിക്കുന്നത് എങ്കിൽ നിങ്ങൾ ആദ്യമേ ആ പൂജാരിയോട് പറയണം, പൂജ ചെയ്ത് ഫലപ്രാപ്തിയിലെത്തിയില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ചെയ്തു കൊടുക്കേണ്ടതാണ് എന്ന് പറയും വേണം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. നിങ്ങളാണ് ഒരു പൂജാരിയെ ചുമതലപ്പെടുത്തുന്നത്. ഇന്നടത്ത് ഇന്ന പൂജാരി കൊള്ളാം, അദ്ദേഹത്തെ വിട്ട് നിങ്ങൾ ആ പൂജ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ പൂജാരിയോട് പറയേണ്ട ഒരു കാര്യമുണ്ട്, ഈ പൂജ നിങ്ങൾ ചെയ്താൽ ഫലപ്രാപ്തി വന്നില്ല എങ്കിൽ വീണ്ടും നിങ്ങൾ ചെയ്തു കൊടുക്കണം. അങ്ങനെ കയ്യിലെ രേഖയിലെ വ്യത്യാസം വരാറുണ്ടോ സാർ? പൂജ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണോ ഒരു പൂജ പറഞ്ഞത് അതിന്റെ ഫലം ഉണ്ടാവണം. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? നിങ്ങളിപ്പോ ഒരു പൂജ പറയാൻ തോന്നുമല്ലോ നിങ്ങൾക്ക്, ഇദ്ദേഹത്തോട് ഒരു ഗണപതി ഹോമം ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ ഭഗവതി പൂജ ചെയ്യിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ആ തോന്നിയൊരു കാരണം ഉണ്ടാവും. ആ കാരണത്തിന് മാറ്റം വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുക. ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. ഞാൻ പറഞ്ഞതിന് അർത്ഥം അത്രേ ഉള്ളൂ. കഴിയുന്ന ക്ഷേത്രത്തിലേക്ക് അയക്കുക. പിന്നെ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, അവരോട് പറഞ്ഞു തന്നെ വിടണം. ക്ഷേത്രത്തിൽ പോകുന്നതായിട്ട് പോകണം. നമ്മുടെ ആൾക്കാർ ക്ഷേത്ര ദർശനം നടത്തുന്നത് എങ്ങനെയെന്ന് കേട്ടാൽ, ഇവിടുന്ന് പോകുമ്പോൾ ക്ഷേത്ര നട വരെ പരദൂഷണം പറയും. ക്ഷേത്രത്തിനകത്തായി ചെന്നാൽ ഒന്ന് തൊഴുതിട്ട് പിന്നെ ചുറ്റമ്പലത്തിനകത്ത് നിൽക്കുന്ന ആൾക്കാരുടെയൊക്കെ വിശേഷവും മറ്റു കാര്യങ്ങളും ഞാൻ ഇവിടെ വന്നു എന്ന് ആ നാട്ടുകാരെയൊക്കെ ഒന്ന് ബോധ്യപ്പെടുത്താനും ഒക്കെ ഉള്ളൊരു ശ്രമമായിരിക്കും നടത്തുക. ഒരു കാരണവശാലും അമ്പലത്തിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ദേവി അല്ലെങ്കിൽ ദേവന്റെ നാമം ഉച്ചരിക്കുന്നതല്ലാതെ അവിടെ നിൽക്കുന്ന ഒരാളിനോടും വ്യക്തിപരമായ ഒരു വിഷയവും സംസാരിക്കരുത്.
നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, അമ്പലത്തിൽ വരുന്നവരൊക്കെ തൊഴുത് മാറി നിന്നിട്ട് കുടുംബകാര്യവും നാട്ടുകാര്യവും മറ്റുള്ളവരുടെ കാര്യങ്ങളും ഇവരുടെയൊക്കെ മറ്റ് വ്യക്തിപരമായ കാര്യങ്ങൾ അമ്പലത്തിനകത്ത് വെച്ച് തന്നെ ചോദിച്ച് മനസ്സിലാക്കി സംസാരിച്ച് ചിരിച്ചു നിൽക്കും. ചെയ്യരുത്, ശാപം പിടിച്ചു വാങ്ങുകയാണത്. അതാണ് പല ക്ഷേത്രത്തിലും എഴുതിയിരിക്കുന്നത്. ക്ഷേത്രത്തിനുള്ളിൽ ദേവനാമം അല്ലെങ്കിൽ ദേവീനാമം മാത്രമേ ഉച്ചരിക്കാവൂ എന്ന് പറയുന്നതുകൊണ്ട്. പക്ഷെ നമ്മളാരും കേൾക്കാറില്ല. പ്രദക്ഷിണം വെക്കുമ്പോൾ, അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം വെക്കുമ്പോൾ പോലും ആൾക്കാർ തമ്മിൽ സംസാരിക്കാറുണ്ട്. ശരിയായൊരു നടപടിയല്ല. നിങ്ങളും അങ്ങനെ ചെയ്യരുത്. പ്രസാദം വാങ്ങിയാൽ ഒരു കാരണവശാലും അമ്പലത്തിനകത്ത് വെച്ച പ്രസാദം നെറ്റിയിൽ തൊടരുത്. അമ്പലത്തിനകത്ത് വെച്ച് പ്രസാദം നിങ്ങൾ നെറ്റിയിൽ തൊട്ടാൽ ബാക്കിയിരിക്കുന്നത് അശുദ്ധിയായി. അത് അമ്പലത്തിനകത്ത് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അതുകൊണ്ട് അമ്പലത്തിന് പുറത്തിറങ്ങിയതിന് ശേഷം മാത്രമേ പ്രസാദം നെറ്റിയിൽ തൊടാൻ പാടുള്ളൂ. 90 അല്ല 99% ആൾക്കാരും പ്രസാദം കിട്ടിയാൽ അപ്പോൾ തന്നെ നെറ്റിയിൽ അങ്ങിടും. ചെയ്യരുത്. പിന്നെ ബാക്കി പ്രസാദം അവിടെ തൂണിലോ ചുമരിലോ തേച്ചു പിടിപ്പിക്കും. അത് നല്ലൊരു കാര്യമല്ല. ഒന്നിൽ വീട്ടിൽ കൊണ്ടുപോവുക, അല്ലെങ്കിൽ ആരും ചവിട്ടാത്തൊരു ഭാഗത്ത് അതിനെ പൊതിഞ്ഞു വയ്ക്കുക. ഇനി ഗണപതി അമ്പലത്തിലെ പ്രസാദമാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെച്ച് തൊടാം. ഇപ്പൊ ഗണപതി പൂജ കഴിഞ്ഞു, ഗണപതി ഹോമം കഴിഞ്ഞു, അവിടുത്തെ കരിപ്രസാദം വെച്ച് നീട്ടുകയാണെങ്കിൽ ഉറപ്പ് നിങ്ങൾക്ക് വാങ്ങി നെറ്റിയിലിടാം. അത് ഗണപതി ഹോമം കഴിഞ്ഞുള്ള പ്രസാദത്തിന് മാത്രമാണ് അമ്പലത്തിനകത്ത് വെച്ച് ഇടാൻ അനുവാദമുള്ളത്. മറ്റൊരു പ്രസാദവും നിങ്ങൾ പോറ്റീരിൽ നിന്ന് തീർത്ഥം വാങ്ങി കുടിച്ച് പ്രസാദം വാങ്ങിയാൽ ആ പ്രസാദമായിട്ട് പുറത്തിറങ്ങിയിട്ട് തൊടുക. ഒരു അമ്പലത്തിലെ ഒരു പോറ്റിയും ഇത് ആരോടും പറയാറില്ല. ഞാൻ അവരോടൊക്കെ ചോദിച്ചു പറഞ്ഞത്, നമ്മൾ പറഞ്ഞാൽ അവർക്ക് ശത്രുത ഉണ്ടാകും. എന്തിനാ അറിഞ്ഞു വെച്ചുകൊണ്ടൊരു ശത്രുത? യഥാർത്ഥത്തിൽ അവർ പറഞ്ഞു കൊടുക്കേണ്ടതാണ് ഇങ്ങനെ ചെയ്യരുത് എന്ന്. പക്ഷെ പലർക്കും അത് ഇഷ്ടപ്പെടില്ലായിരിക്കാം, അവരുടെ അനുഭവമായിരിക്കാം അവരെ കൊണ്ട് അങ്ങനെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം, അമ്പലത്തിൽ പോകുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം. പിന്നെ അമ്പലത്തിൽ പോകുമ്പോൾ മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു പണിയും, അത് നമ്മുടെ വസ്ത്രം തൊട്ട്, നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രം തൊട്ട് നമ്മുടെ ഇടപെടൽ വരെ മറ്റുള്ളവരുടെ ശ്രദ്ധ നമ്മിലേക്ക് വരുന്ന ഒന്നും കാണിക്കരുത്. പല ആൾക്കാരും ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഏറ്റവും മികച്ച വസ്ത്രം, ഓർണമെന്റ്സ് ഒക്കെ ഒന്ന് അവിടെ വന്നാൽ പിന്നെ എല്ലാവരുടെയും ശ്രദ്ധ എന്നിലെത്തണം എന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളും അവിടെ ചെയ്യും. അവിടുത്തെ ദേവന് പോലും പ്രാധാന്യം ഇല്ല. തൊഴുതു നിൽക്കുന്നവരൊക്കെ ഇവരെ ആയിരിക്കും ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. വളരെ കളർഫുള്ളായ വസ്ത്രങ്ങൾ, വളരെ ഓർണമെന്റ്സ്, ഇതൊന്നും ചെയ്യും. മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അത് സൈലന്റ് ആക്കി വെക്കുക. എത്ര പ്രധാനപ്പെട്ട കാളും അതിനകത്ത് വെച്ച് വന്നാൽ എടുക്കരുത്. മൊബൈൽ ഫോൺ സൈലന്റ് ആക്കിയിട്ടേ അമ്പലത്തിനകത്ത് കയറാവൂ. കഴിയുമെങ്കിൽ അമ്പലത്തിൽ പോകുമ്പോൾ മൊബൈൽ പുറത്ത് വെക്കാതെ വീട്ടിൽ വെച്ചിട്ട് പോവുക, കൊണ്ടുപോകാതിരിക്കുക. അതാണ് ഏറ്റവും നല്ലത്. ഇത്രയും കാര്യങ്ങൾ, വസ്ത്രധാരണം, മറ്റുള്ള ഇടപെടൽ, തിരിച്ചു കഴിയുമെങ്കിൽ അമ്പലത്തിലേക്ക് പോയതുപോലെ വീട്ടിലേക്കും തിരിച്ചു വരാൻ കഴിയുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക. അവിടെ നിന്ന് ജോലി സ്ഥലത്തേക്ക് പോകുന്ന ചില ആൾക്കാരുണ്ടാവാം, അവർക്ക് അതേ കഴിയൂ. വീട്ടിൽ വരാൻ കഴിയുമെങ്കിൽ നേരെ വീട്ടിലേക്ക് വരിക. മറ്റ് സ്ഥലങ്ങളിലോ കടകളിലോ പരമാവധി കയറാതിരിക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ നമ്മളൊക്കെ ഇറങ്ങി പുറത്ത് വന്നൊരു ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് 5 കാര്യമൊക്കെ പറഞ്ഞ് അത് ചെയ്യാതിരിക്കുക. അമ്പലത്തിലേക്ക് വരുമ്പോഴും തിരിച്ചു പോകുമ്പോഴും ഭഗവാന്റെ നാമം മാത്രമേ മനസ്സിലുണ്ടാകാവൂ. അങ്ങോട്ട് പോകുമ്പോഴും നമ്മൾ ഭഗവത് നാമം പറഞ്ഞ് തന്നെ പോവുക. അമ്പലത്തിനകത്ത് നിൽക്കുന്ന അത്രയും സമയം ആ ദേവി നാമം അല്ലെങ്കിൽ ദേവന്റെ നാമം പറഞ്ഞുകൊണ്ടിരിക്കുക. പ്രസാദം വാങ്ങുക, പുറത്തിറങ്ങുക. ശിവക്ഷേത്രത്തിലാണ് പോകുന്നതെങ്കിൽ അവിടെ അല്പസമയം ഇരുന്നിട്ട് മാത്രമേ പുറത്തു പോരാവൂ. ഇനി ചിലരുണ്ട് ഒരു ദിവസം 3-4 അമ്പലങ്ങളിൽ അങ്ങ് പോവുകയാണ്, ഒരു ഓട്ട പ്രദർശനം പോലെ. ഓർക്കുക, ഇപ്പൊ ഗണപതി കോവിലിൽ പോയിട്ട് മറ്റൊരു ക്ഷേത്രത്തിൽ പോകാം. കാരണം ഗണപതിയെ തൊഴുതിട്ട് ആരെടുത്തും പോകാം. ആ പോയത് ശിവാംശമുള്ള ക്ഷേത്രമാണെങ്കിൽ
മറ്റ് ശിവാംശം ഉള്ളിടത്തേക്ക് പോകാം, മറ്റൊരമ്പലത്തിൽ പോകരുത്. ഇപ്പം ശിവക്ഷേത്രത്തിൽ പോയിട്ട് കൃഷ്ണൻ കോവിലിൽ പോകരുത്. അപ്പൊ ഗുരുവായൂർ അങ്ങനെ ഒരു ഇതുണ്ട്. അതൊരു ആചാരമാണ്. അതൊരു ആചാരം. ഇപ്പം ശിവക്ഷേത്രത്തിൽ പോയാൽ കാളീക്ഷേത്രത്തിൽ പോവാം, ദേവീക്ഷേത്രത്തിൽ പോവാം. പക്ഷെ അതൊരിക്കലും ഈ പറഞ്ഞ പോലെ ഈ വൈഷ്ണവ സ്വഭാവമുള്ള ക്ഷേത്രത്തിലേക്ക് പോകാതിരിക്കുക. ശൈവ സ്വഭാവത്തിൽ പ്രവേശിച്ചാൽ നിങ്ങൾക്ക് ശൈവ സ്വഭാവമുള്ള മറ്റു ക്ഷേത്രത്തിലേക്ക് അപ്പോഴും വേണമെങ്കിൽ പോകാം. മറ്റ് വൈഷ്ണവ സ്വഭാവം ഉള്ളിടത്ത് കഴിയുമെങ്കിൽ പോകാതിരിക്കുന്നതാണ് നന്ന്. ക്ഷേത്ര ദർശനം എപ്പോഴും മനഃശുദ്ധിയും ശരീരശുദ്ധിയും ഉണ്ടായിരിക്കണം. പലപ്പോഴും നമ്മൾ കുളിച്ച് നല്ല വസ്ത്രമൊക്കെ ധരിച്ചു പോകും. അപ്പം ശരീരത്തിന് ശുദ്ധിയായി, വസ്ത്രത്തിന് ശുദ്ധിയായി, പക്ഷെ നമ്മളെ മനസ്സിന് ശുദ്ധി ഉണ്ടായിരിക്കില്ല. അത് അവനൊരു പണി കൊടുക്കണമേ, അവൻ എന്നെ ഉപദ്രവിച്ചു, അവൻ എൻ്റെ ഫലം അനുഭവിക്കണം, അങ്ങനെയൊന്നും പറഞ്ഞു പോവരുത്. നമ്മൾ നല്ല മനസ്സോടുകൂടി അമ്പലത്തിൽ പോവുക. പ്രാർത്ഥനയ്ക്ക് പിന്നെ ജപം, നിങ്ങൾ ഈ കൂട്ടത്തിൽ ജപിക്കുന്നവരുണ്ടാവാം. ഏതെങ്കിലുമൊക്കെ മന്ത്രോപദേശം കിട്ടി മന്ത്രജപം ജപിക്കുന്ന ആൾക്കാർ ഇതിനകത്തുണ്ടാവാം. പക്ഷേ നല്ല കാര്യം, പക്ഷെ അതായിക്കോളൂ. പക്ഷെ പ്രാർത്ഥന വേണം. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യങ്ങളാണ്. നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ചോദിക്കണം, പറയണം, മനസ്സതിൽ കേന്ദ്രീകരിക്കണം. ജപം കൊണ്ട് നമുക്ക് ഒരു ശക്തി നമ്മളിലുണ്ടാവും. ജപം ശക്തി വരുമ്പോൾ നമുക്കൊരു ശക്തി കിട്ടും. ആപത്തുകളിൽ നിന്നൊക്കെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. നമുക്ക് സംരക്ഷണം അതിനകത്തുണ്ടാവും. നമുക്ക് കുറെ കൂടെയൊക്കെ ബോധമൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ സാധാരണ മനുഷ്യരാണ്. നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ശരീരസുഖം, കുഞ്ഞുങ്ങളുടെയൊക്കെ പുരോഗതി, പിന്നെ നമ്മുടെ തന്നെ സാമ്പത്തികമായുള്ള പ്രതിസന്ധികൾ, ജോലിയിലുള്ള പ്രതിസന്ധികൾ. ആ വരുന്ന അവസരത്തിൽ ഞാൻ ജപിക്കുകയാണല്ലോ, എൻ്റെ കാര്യങ്ങളെല്ലാം എൻ്റെ മൂർത്തി നോക്കിക്കോളും എന്നല്ല, നമ്മളത് ആവശ്യപ്പെടണം പ്രാർത്ഥനയിലൂടെ. എൻ്റെ ആവശ്യങ്ങൾ ഇതൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. അതും വേണം. അതാ ആ പ്രാർത്ഥന കൂടി നിങ്ങളുടെ പെരുമാറ്റത്തിൽ ഉണ്ടായാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ദൈനംദിനം പുരോഗതി ഉറപ്പായി കിട്ടും. പിന്നെ നിങ്ങളുടെ അടുത്ത് വരുന്ന ഒരാളിനോട് നിങ്ങൾക്ക് മറ്റൊന്നും പറയാൻ കഴിയുന്നില്ല, അയാൾ വലിയ ബുദ്ധിമുട്ടിലാണ് എന്ന് തോന്നിയാൽ അവർക്കെല്ലാം പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഒരേ ഒരു മന്ത്രമേ ഉള്ളൂ, അത് ഹരിരാമയാണ്. ഇത് ആശ്രമത്തിലെ സ്വാമി പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ പറഞ്ഞതല്ല. ഈ കലിയുഗത്തിൽ ഏറ്റവും നല്ല മന്ത്രം എന്ന് പറയുന്നത് ഹരിരാമ മന്ത്രമാണ്. അതിന് പ്രത്യേകിച്ച് ശുദ്ധിയോ അശുദ്ധിയോ ഒന്നും ബാധകമല്ല. ഏതവസ്ഥയിലും എപ്പോഴും സ്ത്രീകൾക്ക് 30 ദിവസവും പറയാവുന്നതെന്നാണ് അദ്ദേഹം പറയാം. അതാ പറഞ്ഞത്, ഏതവസ്ഥയിലും നമുക്ക് ഹരിരാമ പറയാം, എപ്പോഴും പറയാം, യാത്രയിൽ പറയാം, ഉറങ്ങാൻ കിടക്കുമ്പോൾ പറയാം, ഒക്കെ പറയാം. നമുക്ക് എപ്പോഴും നമ്മൾ ജോലി ചെയ്യുമ്പോൾ പോലും നമുക്ക് ഹരിരാമ പറയാം. അപ്പൊ ഹരിരാമ മന്ത്രം നിങ്ങൾക്ക് ആർക്ക് വേണോ പറഞ്ഞു കൊടുക്കാം. അവരുടെ വിഷയങ്ങൾക്കെല്ലാം അതൊരു പരിഹാരം കൊടുക്കും. ഒരു 1,00,000 തവണയൊക്കെ ഹരിരാമ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാളുടെ എല്ലാ വിഷയങ്ങൾക്കും അയാൾ പോലും അറിയാതെ പരിഹാരം കിട്ടിക്കൊണ്ടിരിക്കും. ഇത്രയുമാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. ഇനിയിപ്പോ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാം. തീർച്ചയായിട്ടും കണ്ടാൽ ഞാൻ നിങ്ങളെ തിരിച്ചറിയണം എന്നില്ല, ഉറപ്പാണ്, ഞാൻ അങ്ങനെയാണ്. പക്ഷെ നിങ്ങൾക്ക് എന്നെ തിരിച്ചറിയാൻ കഴിയും. കാരണം ഈ കഴിഞ്ഞ 6 മാസം കൊണ്ട് നിങ്ങൾ ഈ മുഖം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തിരിച്ചറിഞ്ഞാൽ ഉറപ്പായിട്ട് എൻ്റെ അടുത്തുനിന്ന് സംസാരിക്കുക. ഞാൻ കണ്ടിട്ട് ഒരുപക്ഷെ നിങ്ങളോട് പ്രതികരിക്കാതെ പോയി എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വേണ്ട, ഞാൻ വിട്ടുപോകും. ഒന്ന്, ഞാൻ നിങ്ങളുടെ മുഖം അത്രയും ഫെമിലിയർ അല്ല എനിക്ക്. അതുകൊണ്ട് പക്ഷെ നിങ്ങൾക്ക് എൻ്റെ മുഖം ഫെമിലിയർ ആണ്. എന്നെ കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വന്ന് എന്നോട് സംസാരിക്കണം, പരിചയപ്പെട്ടിട്ട് എന്നെ പോകണം, എന്നെ ഒഴിവാക്കി നിങ്ങൾ പോകരുത്. എന്തായാലും ഇന്നിപ്പോൾ ക്ലാസ്സിലിരിക്കുന്ന എല്ലാവരും, നിങ്ങളിപ്പോൾ 11 പേര് ഈ ക്ലാസ്സിലുണ്ട്. എനിക്ക് ഒന്നുകൂടി നിങ്ങളെക്കുറിച്ച് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ 10-20 പേരൊക്കെ വെച്ച് തുടങ്ങിയ ഒരു ക്ലാസ്സാണ്. നമ്മളിപ്പോൾ 11 പേരിലാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. ഈ 11 പേരും എന്തായാലും എൻ്റെ ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ്, എനിക്ക് ഉറപ്പായിട്ട് പറയാം. അവസാനത്തെ ലാസ്റ്റ് ക്ലാസ് വരെ അറ്റൻഡ് ചെയ്തവരാണ്. അപ്പൊ നിങ്ങളെക്കുറിച്ച് ഒന്നുകൂടി എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ
എവിടെയാണ്, പേരെന്താണ്, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്, എന്താണ് നിങ്ങളുടെ തൊഴിൽ, ഇത്രയും കാര്യങ്ങൾ പരിചയപ്പെട്ടാൽ നന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ഞാൻ ആരെയും പേര് വിളിക്കുന്നില്ല, ഒരു അരികയും പറഞ്ഞു തുടങ്ങുക. എന്റെ പേര് പരമേശ്വരൻ. എന്റെ പേര് പരമേശ്വരനാണ്. ഞാൻ റിട്ടയർഡ് പേഴ്സൺ ആണ്. കോപ്പറേറ്റീവ് ബാങ്കിൽ ജോലി ചെയ്ത ആളാണ്. പാലക്കാട് നെന്മാറയിലാണ്. സാറേ പരമേശ്വരൻ സാറേ, ഒന്ന് വീഡിയോയിൽ വന്നാൽ ഒന്ന് മുഖം കാണിച്ച് സംസാരിച്ചാൽ നമുക്ക് അറിയാക്കും. ഞാൻ വീഡിയോയിൽ വന്നിട്ടുണ്ടല്ലോ. വീഡിയോ ഓണാണ്. എന്റെ പേര് പരമേശ്വരൻ. ഞാൻ കോപ്പറേറ്റീവ് ബാങ്കിൽ വർക്ക് ചെയ്ത് റിട്ടയർ ചെയ്ത ആളാണ്. ബാംഗ്ലൂരാണ് ഇപ്പൊ ഞാൻ താമസിക്കുന്നത്. എന്റെ ശരിക്കുള്ള സ്ഥലം നെന്മാറ, പാലക്കാട് നെന്മാറയാണ്. ബാംഗ്ലൂരാണോ? ഇപ്പൊ ബാംഗ്ലൂരാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ഒരാഴ്ച. അതെ അല്ലേ? മക്കള് ബാംഗ്ലൂരാണ് സാർ. ഒക്കെ IT മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോ അവര് കൂടെ കുട്ടികളെ നോക്കാനും ഒക്കെ നല്ലത്. അങ്ങനെയാണ്. പിന്നെ ബാങ്കിൽ എന്താ പണിയായിരുന്നു? കോപ്പറേറ്റീവ് ഞാൻ മാനേജർ ആയിരുന്നു. എനിക്കൊരു ബാങ്ക് ബന്ധമുണ്ട് കേട്ടോ. ഞാൻ ഒരു കോപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രസിഡന്റായി 12 വർഷം ഉണ്ടായിരുന്നു. അതെയല്ലേ സാർ? ഓക്കെ, കൊള്ളാം, നന്നായി. അടുത്ത എന്റെ പേര് വേണുഗോപാൽ. ഞാൻ വർക്കലയാണ് സ്വദേശം. വർക്കല കൊരിക്കണി എന്ന് പറയും സാർ. ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് എടവ പോകുന്ന റൂട്ടാണ്. നിയമസഭയിൽ നിന്ന് റിട്ടയർ ചെയ്തതാണ്. ഇപ്പൊ ഒരു യോഗ സെന്റർ ഉണ്ട്. അത് ഒരു ക്ഷേത്രത്തിൽ ചേർന്ന് തന്നെയാണ് യോഗ സെന്റർ നടത്തുന്നത്. ഞാൻ വലിയ വീട്ടിൽ ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞ് എന്റെ കുടുംബക്ഷേത്രത്തിൽ തന്നെയാണ്. ഒരു മകൻ, വൈഫ് ഇലക്ട്രിസിറ്റി ബോർഡ് എംപ്ലോയീസ് സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്നു. അതിലെ മാനേജരാണ്. തിരുവനന്തപുരം പവർ ഹൗസില്. എന്താ സാർ? ഞാൻ സലീന സാർ. സലീന, ബാംഗ്ലൂരാണ്. ഇവിടെ ഒരു കമ്പനിയിൽ കൊമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെന്റിൽ ജോലി. ക്ലാസ്സുകളെ പറ്റിയുള്ള അഭിപ്രായങ്ങളും കൂടി പറയാം കേട്ടോ. കൃത്യമായിട്ട് പറഞ്ഞു. സലീന തൊട്ടിനെ തുടങ്ങട്ടെ ക്ലാസിനെ കുറിച്ച്. സാറിന്റെ ക്ലാസ് വളരെ നല്ലായിരുന്നു സാർ. വളരെ വ്യക്തമായിട്ട് എല്ലാം വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുമായിരുന്നു. എല്ലാം നോട്ട്സും തരുന്നത് കാരണം എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാവുമായിരുന്നു. നല്ല ക്ലാസ് ആയിരുന്നു. ബാംഗ്ലൂർ എവിടെയാണ്? ബാംഗ്ലൂർ ഇലക്ട്രോണിക് സിറ്റിക്ക് അടുത്താണ്. നേരത്തെ പരിചയപ്പെട്ടെങ്കിൽ ഇപ്പൊ ബാംഗ്ലൂർ വന്നപ്പോ നിങ്ങൾ രണ്ടുപേരെയും കാണാറുണ്ട്, പരമേശ്വരനെയും. ഒരാഴ്ച അവിടെ ഉണ്ടായിരുന്നു. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു തവണ ഞാന് രഥോത്സവത്തിന് പോയിരുന്നു പുരി ജഗന്നാഥ ക്ഷേത്രത്തില്. മനസ്സിലായി. ശരി, അടുത്തന്നെ ബാബു ആണ് പറയാൻ ഒരുങ്ങണേ തോന്നുന്നു. ബാബു പറഞ്ഞോ. ഞാന് ആലപ്പുഴ BSNL ഓഫീസറായിരുന്നു. വ്യക്തമല്ല. ഞാൻ അവിടെ ആരോ സംസാരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. പറഞ്ഞോളൂ. ഞാന് ആലപ്പുഴയാണ്. ആലപ്പുഴ പൂന്തോപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ്. BSNL ആയിരുന്നു, ഓഫീസറായിരുന്നു. ഞാൻ ഒരു 3 വർഷം മുമ്പ് VRS എടുത്തു. ഇപ്പൊ തീർന്നു അത്. ഞങ്ങളൊരു 78,000 പേര് ഒന്നിച്ച് VRS എടുത്ത് അങ്ങനെ പോകുന്നു. പിന്നെ ആർട്ട് ഓഫ് ലിവിങ് ടീച്ചറാണ്. സഹജ സമാധി, മെഡിറ്റേഷൻ, മർമ്മ, ഹാപ്പിനെസ് പ്രോഗ്രാം, യോഗ, അങ്ങനെ കുറെ ഉണ്ട്. എല്ലാ സാധനവും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതെല്ലാമായിട്ട് അങ്ങനെ നിൽക്കുന്നു. അപ്പൊ ഫുൾ ടൈം അതുകൊണ്ടാണ് VRS എടുക്കാൻ കാര്യം. ഫുൾ ടൈം ആർട്ട് ഓഫ് ലിവിങ് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ പിന്നെ ഇവിടെ തന്നെ ജ്യോതിഷം പഠിക്കുന്നുണ്ട്, വാസ്തുവുണ്ട്, എല്ലാ മേഖലയുണ്ട്. അപ്പൊ അതിലൂടെ ഹസ്തരേഖ ഒത്തിരി നാളായിട്ട് ഇങ്ങനെ ബുക്ക് മേടിച്ച് വെക്കുമെങ്കിലും ഈ സംഗതി ഇത് വായിച്ചു വരുമ്പോ ഒരു സൈഡ് വായിച്ച് മനസ്സിലാക്കി വരുമ്പോ മറ്റേ സൈഡ് പോകും. അങ്ങനെയായിരുന്നു. അപ്പൊ സാറിന്റെ ക്ലാസ്സിൽ വന്നപ്പോഴാണ് അതിനൊരു അടുക്കും ചിട്ടയും വന്നത്. പിന്നെ സാറ് ഒരു പ്രത്യേക കാര്യം പറഞ്ഞിട്ടുണ്ട്.
മണ്ഡലങ്ങളെ കുറിച്ച് ആദ്യം പഠിപ്പിച്ച വളരെ നല്ല കാര്യമാണ്. ഇത് നമ്മൾ കൈവിരലൊക്കെ പഠിച്ചു വരുമ്പോഴത്തേക്ക് ഇത് അവസാന ഹസ്തത്തിന്റെ രൂപവും ഇതെല്ലാം നോക്കി വരുമ്പോൾ അവസാനം ഒന്നും കാണില്ല. ഇതിപ്പോ മണ്ഡലം പഠിച്ചു, നമ്മൾ അങ്ങനെ ഓരോ സ്റ്റേജ് പഠിച്ചു വന്ന കാരണം നമുക്ക് വളരെ സിമ്പിൾ ആയിരുന്നു. വളരെ മനോഹരമായിരുന്നു, നല്ല ക്ലാസ് ആയിരുന്നു. അപ്പൊ എനിക്ക് ഇനിയും സാറിന്റെ വരേണ്ട കാര്യമുണ്ട്. ഇട്ട് പോകാനായിട്ട് താല്പര്യമില്ല. പിന്നെ വൈഫുണ്ട്, വൈഫ് 2 മക്കള്. വൈഫ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ. എന്റെ പോസ്റ്റിംഗ് ഒക്കെ വർക്കലയായിരുന്നു. ഞാൻ 92 ഞാൻ വർക്കല പോസ്റ്റിംഗ് ആണ്. 96 ആലപ്പുഴയ്ക്ക് പോന്നു. പരുത്തിപ്പാറയൊക്കെ ഉണ്ടായിരുന്നു, വിതിര ഉണ്ടായിരുന്നു, അപ്പൊ അങ്ങനെ കുറെ സ്ഥലം ഉണ്ടായിരുന്നു. ട്രെയിനിങ് കഴിഞ്ഞിട്ട്, മദ്രാസ് ട്രെയിനിങ് കഴിഞ്ഞിട്ട് നേരെ വിതിര വന്നിട്ട് അവിടുന്ന് പിന്നെ നെടുമങ്ങാട് വന്നു ഫീൽഡ് ട്രെയിനിങ് ആയിട്ട്. നെടുമങ്ങാട് നിന്ന് വർക്കല പോസ്റ്റിംഗ് വന്നു. 96 ആയപ്പോ ആലപ്പുഴയ്ക്ക് പോകുന്നു പ്രൊമോഷനായിട്ട്. പിന്നെ ആർട്ട് ഓഫ് ലിവിംഗ് ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് 99 ജൂണിലാണ് ആർട്ട് ഓഫ് ലിവിംഗിൽ എൻ്റർ ആകുന്നത്. അപ്പൊ പിന്നെ അതില് പിന്നെ അങ്ങനെ ഇതായി. മിക്കവാറും അങ്ങനെ ആശ്രമത്തിൽ പോകും, അങ്ങനെ ഒരു ഗുരുവിനെ കിട്ടി, അങ്ങനെ കുറെ കാര്യങ്ങള് നല്ല കാര്യമല്ലേ. പിന്നെ 2 മക്കളുണ്ട്. 2 മക്കളുണ്ട്. മൂത്തയാള് അയാൾ മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ് NIT-ന്ന്. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പൊ UK-യിലായിരുന്നു. അവിടുന്ന് MS കഴിഞ്ഞിട്ട് വന്നിട്ട് ഇപ്പൊ ബാംഗ്ലൂരുണ്ട്. അവിടെ ഒരു കമ്പനിയിൽ ഈ ഹ്യൂമൻ ഓർഗൻ ഒക്കെ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ ഒരു നല്ല ഫേമാണ്. അവിടെ ഡിസൈൻ എഞ്ചിനീയർ ആയിട്ട് അവിടെ ഇപ്പൊ ട്രെയിനിങ്ങിലാണ്. ഇളയാള് മോളാണ്. മോള് ഇവിടെ MBBS-ന് 4ാം വർഷം ആലപ്പുഴ മെഡിക്കൽ കോളേജ്. ആലപ്പുഴ മെഡിക്കൽ കോളേജ്. അങ്ങനെയാണ് കുടുംബം. ശരി. മിസ്സസ് ഉണ്ടിരിപ്പുണ്ട്, അടുത്തിരിപ്പുണ്ട്. ആ ക്ലാസ്സില് അവനോട് ക്ലാസ് ഒളിഞ്ഞു കേൾക്കുകയാണല്ലേ. ഓക്കെ. ഇനി ഈ ക്ലാസ്സിൽ ഏറ്റവും മുതിർന്ന ആളിവിടെ ഇരിക്കുകയാണ്, ഏറ്റവും സീനിയർ. എന്റെ ക്ലാസ്സിൽ ഇത്രയും ക്ലാസ് അറ്റൻഡ് ചെയ്ത് മറ്റൊരാളുണ്ടാവില്ല. ജോല. നമസ്കാരം സാർ. വീഡിയോയിൽ വരണം, അവർക്ക് ആൾക്കാരൊന്ന് കണ്ടോട്ടെ ഈ മുതിർന്ന ആളിനെ. ഏറ്റവും കൂടുതൽ ക്ലാസ് അറ്റൻഡ് ചെയ്ത ആളാ. നേരിട്ട് എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പിന്നെ ഓൺലൈൻ ക്ലാസ്സും ആയി. പറയൂ. എന്റെ പേര് ജ്വാല. ഞാൻ ഹൗസ് വൈഫാണ്. പിന്നെ ഭാരതീയ ജ്യോതിഷ വിദ്യാലയത്തിലെ എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ബേസിക് ഒക്കെ അവിടെ നിന്നാണ് പഠിച്ചത്. ഇപ്പൊ ഹസ്തരേഖ, പെൻഡുലം, വാസ്തു എല്ലാം കുറേശ്ശൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. സാറിന്റെ ക്ലാസ് നല്ല ക്ലാസ്സാണ് സാറേ, നല്ല ക്ലാസ് ആയിരുന്നു. എനിക്ക് ഇതുപോലെ തന്നെ സാറ് പറഞ്ഞ പോലെ വിട്ടുപോകാൻ തോന്നണില്ല ക്ലാസ്സിൽ നിന്ന്. ഓരോ ക്ലാസ്സിൽ വീണ്ടും വീണ്ടും ജോയിൻ ചെയ്യുന്നല്ലേ. ഓരോ ക്ലാസ് കാരണം ഇപ്പൊ അടുത്ത മാസം വീണ്ടും ക്ലാസ് തുടങ്ങുകയാണ്. ആണല്ലേ. ഇതിന്റെ അഡ്വാൻസ് എടുക്കണ്ടേ? അഡ്വാൻസ് എടുക്കാൻ ആരും വരുന്നില്ല. അവരാരും അഡ്വാൻസിനെ പറ്റി ചോദിച്ചു. അഡ്വാൻസ് ഒക്കെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഒക്കെ പറയാൻ കഴിയും. കുറച്ച് കാര്യങ്ങളുടെ നമ്മൾ ഇതിന്റെ കുറെ കൂടെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാൻ കഴിയും. പക്ഷെ അതിനാരും വരുന്നില്ല എന്നുള്ളതാണ്. വരികയാണെന്നൊക്കെ അതിനെ കുറിച്ച് ആലോചിക്കാം, കുഴപ്പമൊന്നുമില്ല. സാർ അതിനെപ്പറ്റി ആലോചിക്കണത് നമുക്ക് കുറെ എക്സാമ്പിൾസ് ഇട്ടിട്ട് കുറച്ച് വിശകലനം ചെയ്യുന്നത്. അപ്പൊ ഇവർക്കത് വളരെ ഗുണകരമായിട്ട് വരും. അത് തീർച്ചയായും നമുക്ക് ആലോചിക്കാം, നമുക്ക് അതിനെ കുറിച്ച്. അപ്പൊ ലാൽ മാഷ് അത് കേട്ടിരിക്കുകയാണ്. കൂടെയെന്ന് പക്ഷെ ആരും ചോദിക്കാതെ നമുക്കത് ആലോചിക്കാം. ലാൽ മാഷിന്റെ പരിഗണനയിലുള്ള വിഷയമാണത്. മണി ഇല്ലേ? വീഡിയോയിൽ വാ. നമസ്കാരം. മുഖം കണ്ടൂടാ മണി? ഒന്ന് മണിയാണ്. സ്ഥലം എറണാകുളം. ഞാൻ അമ്പലത്തിലെ പൂജാരിയാണ്. ഏതമ്പലത്തിലെയാ? ട്യൂഷൻ നടത്തുന്നു. ഏതാ? ഒരു മഹാവിഷ്ണു അമ്പലത്തിലാണ്. മഹാവിഷ്ണു ട്യൂഷൻ നടത്തുന്നുണ്ട്. MSc B.Ed ഹോൾഡറാണ്. ഏതാ സബ്ജക്ട്? മാത്സ് വിളിച്ചാളോ? കൊള്ളാലോ. എറണാകുളത്ത് എവിടെയാ വീട്? തൃപ്പൂണിത്തുറ. ചെറുനായ്ക്കൽ അമ്പലത്തിന്റെ പുറകോശമായിട്ട് വരും. അത് ശരി. പിന്നെ ക്ലാസ്സൊക്കെ നല്ല ക്ലാസ്സായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നോട്ട്സ് ഒക്കെ വായിച്ച് ഓരോരുത്തരൊക്കെ ആരെങ്കിലുമൊക്കെ ഫ്രണ്ട്സിനെ കാണുമ്പോഴൊക്കെ 2-3 പേരുടെയൊക്കെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ 2-3 കാര്യങ്ങളൊക്കെ ശരിയായി.
രണ്ടുമൂന്ന് കാര്യങ്ങളില്ല, എല്ലാ കാര്യവും ശരിയാവണം. അല്ല, എല്ലാം പറഞ്ഞില്ല, പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ശരിയായിരുന്നു. അമ്പലത്തിലെ പൂജാരിയായോണ്ട് ക്ലയന്റിനെ കിട്ടാൻ ബുദ്ധിമുട്ട് വരില്ല കേട്ടോ. നിങ്ങൾക്ക് ഇത് അറിയാന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ തിരക്കി ആൾക്കാർ വരും. തീർച്ചയായിട്ടും അതൊന്ന് ഭംഗിയായിട്ട് ഉപയോഗിച്ചാൽ മതി. ഞാനവിടെ ഒറ്റയ്ക്കുള്ളൂ, എല്ലാം കൂടെ ഓടൂല, അതാണ് ഞാൻ കാണുന്നത്. ക്ഷേത്രത്തിലല്ലേ? അതെ അതെ അതെ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഇനി ഒരാളൂടെ ഉണ്ട്, പക്ഷെ ആള് നമ്മുടെ ഇതിനകത്ത് വന്നിട്ടില്ല. അഡീഷണൽ ആയിട്ട് ഒരാളുണ്ട്. ആരുമില്ല? ഓക്കെ, നമസ്കാരം സാറേ. ഞാനുണ്ട്. അതാ. എന്റെ പേര് രവീന്ദ്രനാഥൻ പിള്ള. ഞാൻ ആലപ്പുഴ ഡിസ്ട്രിക്ട് മാന്നാർ എന്ന സ്ഥലത്താണ്. ഇപ്പൊ ബഹറിലാണ് ജോലി ചെയ്യുന്നത്. ബഹറിൽ നിന്നാണോ നമ്മോട് സംസാരിക്കുന്നത്? ആണോ, ബഹറിൽ നിന്നാണ്. ഞാനിപ്പോ ജൂൺ 29 ഇപ്പൊ വന്നേ. ഇവിടെ ഉണ്ടോ? നാട്ടിലുണ്ടോ? നാട്ടിലുണ്ടായിരുന്നു, ഇവിടെ വന്നു. കുറച്ച് ക്ലാസ് നാട്ടിലുള്ളപ്പോ ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യാനൊന്നും പറ്റിയില്ല കുറെ. ഇവിടെയും വെള്ളിയാഴ്ച ദിവസം സൗകര്യം, അതുകൊണ്ട് വെള്ളിയാഴ്ച കാണാം, അല്ലാത്ത ദിവസം ഒന്നും പറ്റത്തില്ല. വീഡിയോ ഇട്ട് തരാറുണ്ടല്ലോ ഗ്രൂപ്പില്. എന്തോ? ക്ലാസിന്റെ വീഡിയോ എപ്പോഴും ഗ്രൂപ്പിൽ ഇട്ടേക്കും. വീഡിയോ ഇട്ട് തരാൻ അത് പിന്നെ ഈ വെള്ളിയാഴ്ച ദിവസമേ ഉള്ളൂ ഫ്രീ ഉള്ളേ, ബാക്കിയുള്ള ദിവസമൊക്കെ ബിസി ആയിരിക്കും. പിന്നെ നാട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പാറുണ്ട്, 2-3 പ്രാവശ്യം പാറുണ്ട് നാട്ടിൽ. വൈഫ് ടീച്ചറാണ്. മൂത്ത മോള് അനന്തപുരി ഹോസ്പിറ്റലിൽ PG പീഡിയാട്രിക് ആണ്. പിന്നെ ഇളയ മോൾ NIT ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് എഞ്ചിനീയർ, ബാംഗ്ലൂർ കമ്പനി ജോലി ചെയ്യുന്നു. പാലക്കാട് NIT തന്നെ? കോഴിക്കോട്? പാലക്കാട്, കോഴിക്കോട്. പിന്നെ ഞാൻ നേരത്തെ ബീഹാറിലായിരുന്നു, ടാറ്റയിലായിരുന്നു, 13 വർഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 4 വർഷം സൗദി, ഇവിടെ ഇപ്പൊ 20 വർഷമായി. എന്താ പണി അവിടെ? ഇവിടെ ഞങ്ങൾ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ കമ്പനിയാണ്. ഫയർ ആൻഡ് സേഫ്റ്റിയുടെ അനിയന്റെ കമ്പനിയാണ്. അപ്പൊ നമുക്ക് ബഹറിൽ വന്ന ഒരാളായില്ലേ? ഞാനിനിയിപ്പം നാട്ടിൽ സെറ്റിൽ ആണോന്ന് വെച്ചിരിക്കുക. ഇപ്പം അധികം താമസിക്കാതെ 2025 പോണോന്ന് വെച്ചിരിക്കുക. ഓക്കെ, നല്ല കാര്യം. അന്നേരം നേരത്തെ ഈ ജ്യോതിഷത്തിന്റെ ക്ലാസ്സിലും ഉണ്ടായിരുന്നു ഞാൻ. പ്രയോഗിക്കുന്നുണ്ടോ? കുറെ അറിയാവുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ക്ലാസ്സിനൊന്നും കുഴപ്പമില്ല, കുറച്ച് മിസ്സായെന്നുള്ളതേ ഉള്ളൂ. ലാസ്റ്റിലെ ക്ലാസ് എല്ലാം മിസ്സായി. നാട്ടിൽ പോകുന്ന 1 മാസത്തേക്കോ 15 ദിവസത്തേക്കോ പോയി കഴിയുമ്പോ അന്നേരം സമയം കിട്ടാറില്ല. പിന്നെ ഇടയ്ക്ക് നോക്കും കുറെ. ബാക്കിയൊക്കെ മേക്കപ്പ് ആയിക്കോളും. ഓക്കെ. ഇനി ആരെങ്കിലും ഉണ്ടോ നമ്മളെ ക്ലാസ്സിൽ വന്നതിൽ? ആരെങ്കിലും സംസാരിക്കുന്നിടത്ത് ഒരാൾ സ്കിപ്പ് ചെയ്ത് പോയിരിക്കുന്നു. ഓക്കെ, ലാൽമാഷേ. അപ്പം നമ്മളെ ഈ പഠനം എത്ര 7-8 മാസമായെന്ന് തോന്നുന്നില്ല സാർ? 6-7 മാസം ആവണം. നമുക്ക് ഇതിന്റെ അഡ്വാൻസ് ആയിട്ടുള്ള ക്ലാസ് നമുക്കൊന്ന് ആലോചിച്ചിട്ട് വേണമെങ്കിൽ അതിനെ പറ്റി നമുക്കൊന്ന് ആലോചിക്കാം. കാര്യം കുറെ അധികം എക്സാമ്പിൾസ് മാത്രം ഇട്ടിട്ട് അതിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇടും. അത് വിശദീകരിക്കുന്ന ഒരു ക്ലാസ് നമുക്ക് വേണമെങ്കിൽ വെക്കാം. അത് സാറുമായിട്ട് ആലോചിച്ചിട്ട് പിന്നീട് നമ്മൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ അറിയിക്കാം. അപ്പൊ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയാണ്. നന്ദി, നമസ്കാരം. തീർച്ചയായും കാണാം. എവിടെ വെച്ചെങ്കിലും കാണാം. തീർച്ചയായും കാണാം. മോഹൻ സാറിന്റെ ഫോൺ നമ്പർ ഗ്രൂപ്പിൽ ഇട്ട് തരാം. എന്റെ ഫോൺ നമ്പർ അദ്ദേഹം ഗ്രൂപ്പിൽ ഇട്ട് തരും. ഓക്കെ. താങ്ക് യു. ഒരാള് വന്നിട്ടുണ്ട് സാർ, നമ്മുടെ ബാലേന്ദ്രൻ സാറ് ഒന്നും അഭിപ്രായം പറഞ്ഞിട്ടില്ല. പുള്ളിക്ക് എന്ത് ബാലേന്ദ്രൻ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ബാലേന്ദ്രൻ സാർ നമസ്കാരം സാർ. എന്റെ മൊബൈൽ ഒരു കംപ്ലൈന്റ് ആയിപ്പോയി സാർ, ഇടയിൽ ഓഫ് ആയിപ്പോയി. കോള് വരുമ്പോ ഞാൻ വരുന്നുണ്ട് സാർ, വരുന്നുണ്ട്. ഒന്ന് ഓപ്പൺ ചെയ്തേ. വരുന്നുണ്ട്.
എന്റെ വരുന്നു സാർ. എന്റെ മൊബൈല് സാർ ഒരു കംപ്ലൈന്റ് ആയിപ്പോയി. മഴവെള്ളമൊക്കെ നനഞ്ഞിട്ട്. ഞാൻ വരുന്നു സാർ. എന്റെ ക്യാമറ ഓൺ ആയിരുന്നില്ല സാർ. ഞാൻ എന്റെ കാര്യം പറയട്ടോ സാർ? പറഞ്ഞോളൂ. സാറേ, ഞാനൊരു റിട്ടയർഡ് ആർമി JCO ആണ് സാർ. 30 വർഷം ആർമിയിലായിരുന്നു. സുബൈദാർ മേജറായിട്ട് റിട്ടയർഡ് ആയി 2016 തിരുവനന്തപുരത്ത് വരുന്നത്. ഞാനിപ്പോ SK ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു സാർ. SK ഹോസ്പിറ്റലില് ഞാൻ ഫാർമസിയുടെ ഹെഡാണ് സാർ. അവിടെ ഫാർമസി പർച്ചേസിന്റെ ചാർജും കൂടെയാണ്. അപ്പം എനിക്ക് അവിടെ തിരക്കുള്ള ഒരു ഡിപ്പാർട്ട്മെന്റാലും ലാൽ സാറിന്റെ എല്ലാ ക്ലാസ്സുകളിലും ഞാനുണ്ട്. ദേവപ്രശ്നമായിരുന്നാലും ജ്യോതിഷമായിരുന്നാലും. പക്ഷെ തിരിച്ച് ബുക്ക് തുറന്നു നോക്കാനൊന്നും സമയമില്ലെങ്കിലും എല്ലാ ക്ലാസ്സിലും ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ആർമിയിൽ ഇരുന്നുകൊണ്ട് വിഷമം. 30 വർഷം ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക്. അവിടെ ഒന്നും ചെയ്യാനും പറ്റത്തില്ല. അവിടെ അതുകൊണ്ട് നാട്ടിൽ വന്ന് ഇനിയുള്ള സമയത്ത് ശാസ്ത്രങ്ങളുടെ കുറെ അറിവ് നേടാം എന്ന് വിചാരിച്ചിട്ടാണ് ഇതെല്ലാത്തിലും ഞാൻ തല വെച്ചത്. എന്നാലും സമയം കിട്ടുമ്പോഴൊക്കെ ബുക്കുകൾ തുറന്ന് ഓഫീസിലായിരുന്നാലും വീട്ടിലായിരുന്നാലും ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സാറിന്റെ ക്ലാസ് വളരെ നല്ല ക്ലാസ് ആയിരുന്നു. വളരെ വ്യക്തമായ ക്ലാസ് ആയിരുന്നു. ഇപ്പൊ ക്യാമറ വന്നു സാർ. വളരെ വ്യക്തമായ ക്ലാസ് ആയിരുന്നു. എനിക്ക് ഹസ്തരേഖ വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ സാറിന് ബുക്കൊക്കെ തുറന്ന് നോക്കിയതിനു ശേഷം നേരിട്ട് വരും ഞാൻ സാറിന്റെ പെർമിഷനോടുകൂടി. ഇപ്പൊ SK ഹോസ്പിറ്റലാണ് സാർ. SK ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. 5 ഇയേഴ്സിലായിട്ടാണ് ഞാൻ കയറിയത്. ഇപ്പൊ എനിക്ക് 8 വർഷമായി അവിടെ SKയിലുണ്ട് സാർ. ആരെങ്കിലും SK വരണമെങ്കിൽ എന്നെ കാണാതെ പോകരുത് സാർ. ഹോസ്പിറ്റലിൽ വരാതിരിക്കട്ടെ. എന്തെങ്കിലും ആവശ്യത്തിന് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കാണണം. ഫാർമസിയിൽ ബാലചന്ദ്രൻ മറക്കില്ല. എന്റെ ഒരു പ്രിയ സുഹൃത്തിന്റെ പേര് ബാലചന്ദ്രൻ. അവന്റെ പേര് മറക്കില്ല. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ശരി, വളരെ സന്തോഷം. എന്തായാലും എന്റെ നമ്പർ നമ്മുടെ ലാൽ സാറ് എന്റെ നമ്പർ നിങ്ങൾക്ക് ഇട്ട് തരും. നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം. താങ്ക് യു ഫോർ താങ്ക് യു.